നമസ്കാരം. സിനിഫലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായിട്ടുള്ള സർ സോഹൻ റോയ് സാറാണ്. സാർ, പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരാളാണ് നടൻ പൃഥ്വിരാജ്. അപ്പം സാർ അതിനു മുന്നേ ഡാം 999 എന്ന് പറയുന്ന മൂവി ചെയ്തായിരുന്നു. ആ സമയത്ത് അങ്ങനൊരു പടം ചെയ്യാൻ സാറിനുണ്ടാക്കിയ ഇൻസ്പിറേഷൻ ഒന്ന് ഷെയർ ചെയ്യാമോ? ഇല്ല, ഞാൻ സിനിമ എടുക്കാൻ വന്നത് എൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ്. ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു. അത് വളരെ വ്യത്യസ്തമായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പം നമ്മുടെ ഒരു അറിവ് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫിലിം മേക്കറായ സത്യജിത് റേയുടെ ഒരു നടക്കാതെ പോയ ഡ്രീം ഫുൾഫിൽ ചെയ്യുക എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം 1963 ഏലിയൻ എന്ന് പറഞ്ഞൊരു മൂവി പ്ലാൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡ്രീമായിരുന്നു ഇന്ത്യയിൽ നിന്നും തീമിൽ ഒരു ഹോളിവുഡ് പ്രോജക്റ്റ് ചെയ്യുക. അങ്ങനെ കൊളംബിയ പിക്ചേഴ്സുമായിട്ട് ചേർന്ന് അദ്ദേഹം ഒരു 12 വർഷം ആ പ്രോജക്റ്റിന് വേണ്ടി ട്രൈ ചെയ്തു. അത് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സിനിമ പിന്നീട് ET എന്ന് പറഞ്ഞ പേരിൽ സ്പീൽബർഗ് ഇറക്കി. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ബോർഡിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുഃഖമായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എവിടെ നിർത്തി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ടെക്നീഷ്യൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതേസമയം ഹോളിവുഡ് ഫോർമാറ്റ് ചെയ്യുക, ഹോളിവുഡ് സ്റ്റുഡിയോസിനെ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണ് വാർണർ ബ്രദേഴ്സിനെ എല്ലാം നമ്മൾ പിക്ചറിലേക്ക് കൊണ്ടുവരുന്നതും ഹോളിവുഡിൻ്റെ എക്സാക്ട് ഫോർമാറ്റിൽ നമ്മൾ ചെയ്ത് ഈ സിനിമ ഓസ്കാർ വരെ എത്തിക്കുക. അതായിരുന്നു ഡ്രീം. സത്യജിത് റേയുടെ ഡ്രീം അതായിരുന്നു, എങ്ങനെ ഒരു സിനിമയെ ഓസ്കാറിൽ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പക്ഷേ ഓസ്കാറിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള 100 വർഷമായ ഇന്ത്യൻ സിനിമയ്ക്ക് അന്നും അറിയത്തില്ല. നമ്മൾ ഫോറിൻ ലാംഗ്വേജിൽ ഒരെണ്ണം അയക്കുന്നതേ ഉള്ളൂ, മെയിൻ സ്ട്രീമിൽ പോകാൻ അറിയില്ല. അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസർച്ച് നടത്തിയിട്ടാണ് ഡാം 999 പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ജനങ്ങളെ സംബന്ധിച്ചോളം അതൊരു സിനിമ മാത്രമാണ്, ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു വലിയ പ്രോജക്റ്റാണ്. അതുവഴി ഇന്ത്യൻ സിനിമയെ ഒരു കുറേ വർഷങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക, ഓസ്കാറിലേക്ക് എത്തിക്കുക, 4K റെവല്യൂഷനിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫിലിമിൽ ഷൂട്ട് ചെയ്തതിനെ 4Kയിൽ സ്കാൻ ചെയ്ത ആദ്യത്തെ മൂവി ഇന്ത്യയിൽ. ആദ്യത്തെ 2D 3D കൺവെർട്ടഡ് മൂവിയാണ്. ആദ്യമായിട്ട് ഗ്ലോബലി റിലീസിന് വേണ്ടി എല്ലാ ഫിലിം മാർക്കറ്റ്സിലും, അമേരിക്കൻ ഫിലിം മാർക്കറ്റ്, യൂറോപ്യൻ ഫിലിം മാർക്കറ്റ്, എല്ലായിടവും നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻസ് നടത്തുകയും ശേഷം വാർണർ ബ്രദേഴ്സ് പിക്ചറിൽ വരുന്നതും ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ചെയ്യുന്നതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെക്നീഷ്യന്മാരെ അണിനിരത്തി 16ഓളം നാഷണൽ അവാർഡ് വിന്നേഴ്സിനെ വരെ നമ്മളിതിനു വേണ്ടി പ്ലേസ് ചെയ്തു. അങ്ങനെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റായിട്ട് ഇതിനെ ഇറക്കുകയായിരുന്നു. ഈവൻ ഹോളിവുഡിന് പോലും ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെയാണ് ഒരു ഇന്ന് വരെ ഒരു സിനിമയിലും കാണിക്കാത്ത ഏറ്റവും വലിയ ഷിപ്പാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഭയങ്കര ചലഞ്ചിങ് ജോബായിരുന്നു അതിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അതുവരെ നമ്മൾ ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊരു വലിയ കോൺട്രവേഴ്സിയിൽ പോയി ചെന്നെത്തി. അതുകൊണ്ട് നമുക്ക് ഗുണവും ദോഷവും ഉണ്ടായി. നല്ല ഒരു ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിൽ അത് നന്നായിരുന്നു. പക്ഷേ ഫിനാൻഷ്യലി അത് കാരണം ഒരുപാട് നഷ്ടം നമുക്കുണ്ടായി. ഇന്നും ആ ബ്രാൻഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. 13 വർഷം കഴിഞ്ഞു. ഓരോ 6 മാസം അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സാർ, ഇപ്പം ഇനി അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം സാറിനോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. സാർ, നമ്മുടെ മമ്മൂക്കാനെയും ലാലേട്ടനെയും വെച്ച് സാറിൻ്റെ കയ്യിൽ നിന്നൊരു ചിത്രം ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാവും? ഇല്ല, ഒരിക്കലും ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിലുള്ള മൂവി മേക്കിങ്ങിൽ അത് ഒരിക്കലും സാധ്യമല്ല. കാര്യം ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ബജറ്റിൻ്റെ 25% അപ്പുറത്തേക്ക് ആക്ടേഴ്സിന് ഞങ്ങൾ ബജറ്റ് ചെയ്യില്ല. ഇപ്പം ഡാം 999 10% പോലും നമ്മൾ ആക്ടേഴ്സിന് വേണ്ടി മാറ്റി വെച്ചില്ല. നമ്മൾ പ്രൊഡക്ഷനിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതൊരിക്കലും അവരുടെ ചിത്രങ്ങളിൽ സാധിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ അല്ലേ പിന്നെ ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ ഞാനൊരു 200 കോടിയുടെ ബജറ്റിൽ ഒരു സിനിമ ചെയ്യണം, അവരെയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യണമില്ല. അത് നടക്കുന്ന കാര്യം അതല്ല. നമ്മുടെ ഒബ്ജക്റ്റീവ് അതല്ല. സിനിമയെ സ്നേഹിച്ചുകൊണ്ട് വരുന്നതാണ്, അല്ലാതെ ഒരു ആക്ടേഴ്സ് ബേസ്ഡ് ആയിട്ടല്ല. ഒരു നല്ല തീമിനെ വിഷ്വലൈസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. സാറ് പണം മുടക്കിയ കർണിക തിയേറ്ററിൽ അർഹിച്ച വിജയം നേടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത്തരം സിനിമകൾക്ക് വിജയം വരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. അല്ല, അതൊക്കെ നമ്മൾ ചാരിറ്റി മൂവിയാണ്. കാര്യം അതിലൂടെ കുറേ യങ്സ്റ്റേഴ്സിനെ ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കൈപിടിച്ച് കയറ്റില്ലെങ്കിൽ ആരും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി വെച്ചേക്കുന്ന പണം എല്ലാ വർഷവും ഞങ്ങളൊരു ചാരിറ്റി മൂവി ചെയ്യുന്നു. അത് കുറേ പേരെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. പക്ഷേ അത് നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രയേ ഉള്ളൂ. അല്ലാതെ അത്തരം സിനിമകൾ ഒരിക്കലും വിജയിക്കില്ല. കാര്യം ഞങ്ങളുടെ തിയേറ്ററിൽ തന്നെ ഒരു മാസം 40 സിനിമകൾ നമ്മൾ കാണിക്കും. പല തിയേറ്ററിലും കാണിക്കാത്ത സിനിമകൾ നമ്മളിവിടെ കാണിക്കും. അതിൽ 35 സിനിമയും ഒരിക്കലും നിലം തൊടത്തില്ല. ചിലതിന് കറണ്ട് കാശ് പോലും കിട്ടത്തില്ല. പക്ഷെ അതങ്ങനെയാണ്. നമുക്ക് ആ സിനിമയുടെ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാം ഇത് വിജയിക്കുമല്ലോ എന്നുള്ളത്. അതൊരു 90% അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. പിന്നെ വളരെ റെയർലി ചെറിയ സിനിമകൾ ഹിറ്റാവും, അത്രേ ഉള്ളൂ. ബുക്ക് മൈ ഷോയിൽ നിന്ന്
ടിക്കറ്റ് ന്യൂയിലേക്ക് ആപ്പിലേക്ക് മാറിയപ്പോഴത്തേക്കും ഏരിയസ് തിയേറ്ററിന് ഉണ്ടായിട്ടുള്ള മാറ്റം എന്തൊക്കെയാണ് സാർ? ഇല്ല, ഒരു ചേഞ്ചിന് വേണ്ടിയാണ്. ഇപ്പം ബുക്ക് മൈ ഷോയിലേക്ക് ഞങ്ങൾ വന്നത് മറ്റൊരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ഇതും നമ്മളൊരു പുതിയ ഒരു ചേഞ്ചിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ സമയത്ത് നമുക്കൊരു കാര്യം, അവർക്ക് കുറേ പ്രോബ്ലംസ് നാഷണലി കുറേ ബാൻ സാധനമൊക്കെ വന്നതുകൊണ്ട് അത് നമ്മൾ ചെറുതായിട്ട് ബാധിച്ചു. അല്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു പക്ഷേ ബുക്ക് മൈ ഷോയേക്കാളും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവർ വരികയായിരുന്നു. അപ്പം എന്നാലും നമുക്കതൊരു വലിയ പ്രോബ്ലം അല്ല. കാര്യം ഏരീസിന് അതിൻ്റേതായ ഒരു പ്രേക്ഷകനുണ്ട്. അവരിനി ഏത് ഇതാണെങ്കിലും ഇവിടെ വന്ന് ഓഡിയോ വണ്ണിൽ കണ്ടവർ ഇവിടെ വന്നേ കാണത്തുള്ളൂ. അതിന് ഏത് ആപ്പ് നമ്മൾ ഇറക്കിയാലും ഇവിടെ വന്നേ കാണത്തുള്ളൂ. ശരി സാർ, താങ്ക് യു.